അടുത്തതായി സംസാരിക്കാനായിട്ട് മിസ്റ്റർ ഏകലവ്യൻ ബോധിയെ മറ്റുള്ളവരുടെ അനുവാദത്തോടു കൂടി ഞാൻ വിളിക്കുകയാണ്. ക്ഷമിക്കണം. പ്ലീസ്, ഏകലവ്യൻ ബോധി. സാർ, ഞാൻ ഏകലവ്യൻ ബോധി, അംബേദ്കർ പഠന കേന്ദ്രം തിരുവല്ല, അതിന്റെ പ്രസിഡന്റ് ആണ്. കേരളത്തിലെ ദളിത് ക്രിസ്ത്യൻ ദളിത് മൂവ്മെന്റുകളിൽ ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ട് 10-40 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിലെ വ്യത്യസ്തമായ ഝാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അധിക നേരം ഈ മീറ്റിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇതിൽ പങ്കെടുക്കുന്നവർ അത് സദയം എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സമര മുന്നണിയുടെ മീറ്റിംഗ് നാളെ നടക്കുകയാണ്. അതിന്റെ ഒരു ഗൂഗിൾ മീറ്റ് ആണ്. ഞാൻ സ്റ്റാൻലി സ്വാമിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു പൊളിറ്റിക്കൽ മൂവ്മെന്റിലൊക്കെ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ മൂവ്മെന്റിൽ ഞാൻ ഉൾപ്പെടുന്ന എന്റെ റെപ്രസെന്റേഷൻ ഉള്ളത് ദളിത് ക്രിസ്ത്യൻ സമുദായമാണ്. എന്റെ ബന്ധുക്കളും എന്റെ കുടുംബം മുഴുവൻ സമൂഹമാണ്. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, സ്റ്റാൻ സ്വാമിയെ പോലെയുള്ള വലിയൊരു മനുഷ്യൻ, അത് ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ മനുഷ്യത്വപൂർണമായ ഇന്ത്യയുടെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ ഘടനയ്ക്കകത്ത് ജാതി വിരുദ്ധതയ്ക്ക് ഒപ്പം നിൽക്കുന്ന, ജാതിക്കെതിരെ നിൽക്കുന്ന ഒരു മനുഷ്യ ഭാവനകളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മനുഷ്യസ്നേഹിയായ ഒരാളാണ് സ്റ്റാൻ സ്വാമി. അദ്ദേഹത്തെ പോലെ ഉള്ളവരെ ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ മാത്രമല്ല, ഇന്ത്യയുടെ മനുഷ്യമുഖം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹം ഇന്ന് നേരിടുന്ന ഈ വലിയ പീഡനം അത് ഇന്ത്യയിലെ ജനാധിപത്യത്തെയും ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളെയും ഒക്കെ ഹനിക്കുന്ന ഹിന്ദുത്വ ഫാസിസത്തിന്റെ ഭരണത്തിനും ഹിന്ദു ഫാസിസത്തിന്റെ ഡോമിനേഷന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്തീയ സമൂഹവും ഇന്ത്യയിലെ ദളിത് ആദിവാസികളോടൊപ്പമോ ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ സ്വഭാവത്തിനോടൊപ്പമോ നിൽക്കുന്നവരല്ല എന്നുള്ള ബോധ്യം കൂടി നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മോദിയെ അംഗീകരിക്കുകയും മോദിയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യ സഭകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെയും അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തീയ ബോധത്തിന്റെ, ക്രിസ്തീയ സന്ദേശത്തിന്റെ അവബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യർക്കു വേണ്ടി ജീവിക്കുകയും പോരാടുകയും ചെയ്ത സ്റ്റാൻ സ്വാമിക്ക് വേണ്ടിയുള്ള, അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമായി കൂടി ഈ ക്രിസ്ത്യൻ കൗൺസിൽ അതിനെ പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയുടെ ജാതി വ്യവസ്ഥിതിയെ, ഇന്ത്യയുടെ മനുസ്മൃതിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന, അതിനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഹിന്ദു ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ മതേതരത്വ ജനാധിപത്യ ബോധത്തിലേക്ക് നമ്മുടെ ഈ ചർച്ച് കൗൺസിൽ പോലെയുള്ള ഈ കൗൺസിലിന്റെ പിന്നിൽ വരുന്ന ദളിതാദിവാസികൾ ധാരാളം ക്രിസ്തുമതം സ്വീകരിച്ച് ഒപ്പം നിൽക്കുന്ന ആ ജനങ്ങളുടെ വിമോചനത്തിന് ഈ ഹിന്ദു ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം കൂടി അനിവാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിലെ ദളിതരെയും മുസ്ലിങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയും കർഷകരെയും തൊഴിലാളികളെയും അങ്ങനെ ചിന്തകന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ പീഡിപ്പിച്ച് കൊന്ന് ജയിലിൽ അടച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ നമ്മുടെ ഏത് ഐഡന്റിറ്റിയിൽ നിന്നാലും അതിനെതിരെ പോരാടാനുള്ള ഒരു കരുത്ത് ഉണ്ടാവണം, അതിനുള്ളൊരു പ്രചോദനം ഉണ്ടാവണം. ഞാൻ നിർത്തുന്നതിന് മുമ്പായിട്ട് ക്രിസ്ത്യൻ കൗൺസിൽ പോലെയുള്ള ഈ ക്രിസ്ത്യൻ കൗൺസിൽ പണ്ടും മനുഷ്യത്വപരമായ മാനുഷികമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു സംഘമാണ്. അതിനോടൊപ്പം നിന്നിട്ടുള്ള, അത്തരം തീരുമാനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു സംഘമാണ്
എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്റെ സഹോദരങ്ങൾ, എന്റെ ബന്ധുക്കൾ ഒക്കെ ഉൾപ്പെടെ ഉള്ളവർ ഇത്തരം മൂവ്മെന്റുകളിൽ ക്രിസ്ത്യൻ കൗൺസിലോടൊപ്പം നിന്ന് പുരോഹിതന്മാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ഒക്കെ ക്രൈസ്തവ മൂവ്മെന്റിലൊക്കെ ഉള്ള ആളുകൾ ഇത്തരം മാനുഷിക മൂല്യങ്ങളോടൊപ്പം നിന്ന് പോരാടുന്നതിന് പ്രചോദനമായിട്ടുള്ള ഈ ക്രിസ്ത്യൻ കൗൺസിലിന്റെ ഇന്നത്തെ ചർച്ച അതിൽ ഉയർത്തു വരേണ്ടത് സ്റ്റാൻലി സ്വാമിക്ക് വേണ്ടിയുള്ള മോചനത്തിലുള്ള പോരാട്ടം. അത് ഹിന്ദു ഫാസിസത്തിനെതിരെയുള്ള, സവർണ ഫാസിസത്തിനെതിരെയുള്ള ജാതി വിരുദ്ധമായ മതേതരത്വത്തിന്റെയും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായി മാറുകയും സ്റ്റാൻലി സ്വാമിക്ക് വേണ്ടിയുള്ള എല്ലാ വിമോചന പോരാട്ടങ്ങളിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ ദളിത് ക്രിസ്ത്യൻ മൂവ്മെന്റുകളും ജനങ്ങളും ഈ മൂവ്മെന്റിൽ ഈ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അതിനുള്ള പോരാട്ടത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും ഏത് സമയത്തും ഉണ്ടാവുമെന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ മീറ്റിൽ ഇടപെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്കറിയാം. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മാനവികതാബോധത്തെ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആന്റി ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തെ, മാനവികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ ഉയർത്തിപ്പിടിക്കുകയും അദ്ദേഹത്തിന്റെ വിമോചനത്തിനു വേണ്ടി അത്തരം പോരാട്ടങ്ങളെ നയിക്കുകയും ചെയ്യുവാൻ ഈ കൗൺസിലിന്റെ ഇന്നത്തെ ഈ മീറ്റിലൂടെ അതിനുള്ള പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ നമ്മളോട് സംസാരിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ എല്ലാവരും ഒരുപക്ഷെ കണ്ടിരിക്കാൻ സാധ്യതയുള്ള അമിതാഭ് ബച്ചൻ ആങ്കർ ചെയ്യുന്ന കോൺ ബനേഗ കരോർപതി എന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടി ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വാർത്തകളിൽ സ്ഥാനം പിടിച്ചു. എന്താണ് കാരണം എന്ന് വെച്ചാൽ അതിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അതിൽ ചരിത്രം, സംസ്കാരം, സാഹിത്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ചോദിച്ച ഒരു ചോദ്യം 1927 ഡോക്ടർ BR അംബേദ്കറും അനുയായികളും കത്തിച്ച പുസ്തകം ഏതാണ് എന്നായിരുന്നു ചോദ്യം. അതിൽ കുറെ അധികം ഓപ്ഷൻസ് കൊടുത്തിരുന്നു. അതിൽ ശരിയായ ഉത്തരം മനുസ്മൃതി എന്നായിരുന്നു. അപ്പോ മറുപടി, അതിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പശ്ചാത്തലം വിവരിക്കുക, അത് ആ ഉത്തരത്തിന്റെ പശ്ചാത്തലം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു പരിപാടിയുണ്ട്. അമിതാഭ് ബച്ചൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വിശദീകരിക്കുകയും ചെയ്തു. ഈ ഒറ്റ കാരണത്തിന്റെ പേരിൽ അമിതാഭ് ബച്ചനെതിരെയും ആ പരിപാടിക്കെതിരെയും ആ ചാനലിനെതിരെയും കേന്ദ്ര സർക്കാർ കേസെടുത്തിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ 1927 ഡോക്ടർ BR അംബേദ്കറും അദ്ദേഹത്തിന്റെ അനുയായികളും ചേർന്ന് മനുസ്മൃതി കത്തിച്ചു, പരസ്യമായി കത്തിച്ചു. എന്താണ് മനുസ്മൃതി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് സവർണവർഗത്തിന്റെ ഒരു മാനിഫെസ്റ്റോ ആണ്. ഇന്നത്തെ നമ്മുടെ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടന മാറ്റി ആ സ്ഥാനത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുസ്തകമാണ് മനുസ്മൃതി. മനുസ്മൃതി പറഞ്ഞാല് ഇവിടെ ജീവിക്കാൻ, ഇവിടെ പൗരസ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കാൻ, വിദ്യ അഭ്യസിക്കാൻ, സ്വത്ത് സമ്പാദിക്കാൻ, സ്വതന്ത്രമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഒക്കെ സവർണർക്ക് മാത്രമേ അധികാരവും അവകാശവും ഉള്ളൂ എന്ന് സ്ഥാപിക്കുന്ന ഒരു പുസ്തകമാണ്. അത് മുഴുവനായും സ്ത്രീ വിരുദ്ധമാണ്. അത് മുഴുവനായും ജാതി ശ്രേണിയിലെ കീഴ്ജാതിക്കാരെ മുഴുവൻ അവഹേളിക്കുകയും അപമാനിക്കുകയും അവരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്ത ഒരു പുസ്തകമാണ്. അതിൽ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു സ്ത്രീയെയും ഏതൊരു കീഴ്ജാതിക്കാരനെയും വധിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഒരു ഉയർന്ന സവർണ ജാതിക്കാരനുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഒരു പാപമേ അല്ല. അങ്ങനെ ചെയ്യുന്നത്, ഒരു സ്ത്രീയെ വധിക്കുന്നത്, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത്, ഒരു അവർണനെ വധിക്കുന്നത് പാപമല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതാണ് നമ്മുടെ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 93 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവം. BR അംബേദ്കർ ഈ ചരിത്ര പുസ്തകം, ഈ മനുസ്മൃതി കത്തിച്ചു എന്ന ഒരു ചരിത്ര വസ്തുതയാണ്. അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് ചരിത്രത്തിൽ. അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് ദേശദ്രോഹമാണെന്ന് പറഞ്ഞ് കേസെടുക്കുന്ന സർക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതിപ്പോ നമ്മൾ അനുഭവിക്കുന്ന തന്നെ പറയാം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാസിസം എന്നത് ഹിറ്റ്ലറുടെയോ മുസോളിനിയുടെയോ കാലത്തെ ഫാസിസം അല്ല.
ഇവിടെ ഫാസിസം ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ജനാധിപത്യത്തിന്റെ മുഖം മൂടി. നമ്മളെയൊക്കെ ജനാധിപത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഈ ഫാസിസം വേട്ടയാടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ ഈ ക്രിസ്ത്യൻ ജോയിന്റ് ആക്ഷൻ കൗൺസിൽ എടുക്കുന്ന പ്രതിഷേധം, നമ്മൾ അങ്ങനെ ആ പ്രതിഷേധത്തെ ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്യരുതെന്നാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച ഏകലവ്യൻ ബോധിയുടെയും ഫാദർ ടോണിയുടെയും അഭിപ്രായങ്ങൾക്ക് താഴെ എന്റെ കയ്യൊപ്പും കൂടി ഞാൻ ചാർത്തുകയാണ്. കാരണം വേട്ടയാടപ്പെടുന്നവർ, അവർക്ക് ജാതിയും മതമില്ല, അവർ മനുഷ്യരാണ്. മനുഷ്യാവകാശം ധ്വംസനം ചെയ്യപ്പെടുമ്പോൾ അവിടെ നമുക്ക് എണീറ്റ് നിന്ന് നട്ടല് നിവർത്തി പ്രതിഷേധിക്കാനുള്ള ആർജവം ഉണ്ടാകണം. അവിടെ നമ്മൾ ഇരകളെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യരുത്. ഇവിടെ ഇപ്പോൾ ഇന്നലെ അർണബ് ഗോസ്വാമി ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കോടിക്കണക്കിന് രൂപ ഒരു കുടുംബത്തിനെ വഴിയാധാരമാക്കിയ മുഴുവൻ പണം അപഹരിച്ചപ്പോൾ ആ കുടുംബത്തിന്റെ നാഥനും അയാളുടെ അമ്മയും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഈ ഗോസ്വാമി ആത്മഹത്യാ കുറ്റത്തിന്റെ പേരിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു അയാൾ വിട്ടയക്കാം. അതേ സമയത്ത് ഒരു കുറ്റവും ചെയ്യാതെ ഇന്നലെ ഒരു മാവോവാദി എന്ന പേരിൽ ഒരു വേൽമുരുകൻ എന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ നിഷ്ഠൂരമായി വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് ഹാഥ്രസിൽ ഒരു പാവപ്പെട്ട കീഴ്ജാതിക്കാരായ പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു വധിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ മാധ്യമ സംഘത്തില് സിദ്ദിഖ് കാപ്പൻ എന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഈ UAPA ചുമത്തി വിചാരണയിലെ തടവുകാരനാക്കിയിരിക്കുകയാണ്. അപ്പോഴൊന്നും ഇവിടെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടില്ല. ഒരു കുറ്റം ചെയ്യാത്ത ആളുകൾ, ഒരു മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആഭ്യന്തരമന്ത്രി ഇടപെട്ടില്ല. ഒരു കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് വേണ്ടി ആഭ്യന്തരമന്ത്രി ഇടപെട്ടു. ഇതാണ് സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇപ്പൊ ഞാൻ അതോടെ ഏകലവ്യൻ ബോധിയും ഫാദർ ടോണിയും പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായി യോജിക്കണം. ഇരകൾക്ക് വേണ്ടി, അതായത് വേട്ടക്കാരന്റെ ഔദ്യോഗിക ഭാഷ്യങ്ങൾക്ക് അപ്പുറം ഈ ഇടക്ക് 2 ദിവസം മുമ്പ് മരിച്ച റോബർട്ട് ഫ്രിസ്ക് എന്ന മാധ്യമ പ്രവർത്തകൻ, ദ ഇൻഡിപെൻഡന്റ് എന്ന പത്രത്തിന്റെ, ബ്രിട്ടീഷ് പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്, വേട്ടക്കാരുടെ ഔദ്യോഗിക ഭാഷ്യങ്ങൾക്ക് അപ്പുറം ഇരകളുടെ വേദന ശ്രമിച്ച മനുഷ്യൻ ഫ്രിസ്ക് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം ചെയ്ത ധർമ്മം അത് തുടർന്നു കൊണ്ടുപോകുന്ന ബാധ്യതയോട് ഒപ്പം തന്നെ ഭീമ കൊറേഗാവ് കേസിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ തലച്ചോറുകൾ, ഇവിടുത്തെ സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ, അങ്ങനെ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം ശബ്ദമുയർത്താൻ നമ്മൾക്ക് കഴിയണം. അവിടെ നമ്മൾ ഇരകൾക്കൊപ്പം നിൽക്കുക, ഇരകളുടെ ജാതിയും മതവും നോക്കാതെ. ഫാസിസ്റ്റ് സർക്കാരിന്റെ നിഷ്ഠൂരമായ അന്യായമായ നടപടികൾക്കെതിരെ ഇരകൾക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മൾക്ക് കഴിയണം എന്നൊരു ആഹ്വാനത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഷൈജു ആന്റണി തന്നെ സംസാരിക്കട്ടെ. ഷൈജു ചേട്ടാ, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മറ്റ് ആളുകളെ വളരെയധികം സന്തോഷമുണ്ട് ഫാദർ സ്റ്റാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ. വളരെ ആഴത്തിലുള്ളതും വളരെ വ്യക്തവുമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ച ഫാദർ ടോണിയും ആദമയൂബും എല്ലാവരും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഫാദർ സ്റ്റാൻ സ്വാമിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴും പറയുമ്പോഴുമെല്ലാം വല്ലാത്ത അഭിമാനം തോന്നുന്നു എന്നുള്ളൊരു കാര്യം. ഒന്ന്, ബൈബിളിൽ നമ്മൾ വായിക്കുന്ന തന്റെ നയപ്രഖ്യാപനം നടത്തിയത് ബന്ധിതർക്ക് മോചനവും സ്വാതന്ത്ര്യവും കൊടുക്കാൻ, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കൊടുക്കാൻ വേണ്ടി ക്രിസ്തു വന്നു എന്നുള്ളതാണ്. സ്റ്റാൻ സ്വാമി ഏറ്റെടുത്ത ദൗത്യം വളരെ കൃത്യമായിട്ട് അതുമാത്രമായിരുന്നു. ബന്ധിതർക്ക് മോചനം കൊടുക്കുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. ഈ അടിച്ചമർത്തപ്പെട്ട ജനത, ആദ്യം സംസാരിച്ച ഫാദർ ടോണി അവസാനം പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എവിടെയാണ് മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത്, ആ മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന എല്ലായിടത്തും
ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ദളിതനെന്നോ ഹിന്ദുവെന്നോ യാതൊരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇടപെടേണ്ടവനാണ് ക്രിസ്ത്യാനി. ഇടപെടാൻ ബാധ്യതയുള്ളവനാണ് ക്രിസ്ത്യാനി. അത് ഫാദർ ടോണി വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അതാണ് ഈ സ്റ്റാൻ സ്വാമി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ആദം അയ്യൂബ് പറഞ്ഞതുപോലെ മുഖം മൂടി അണിഞ്ഞ ഒരു ഫാസിസ്റ്റ് സർക്കാരിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ അല്പം പോലും വിമുഖത കാണിച്ചുകൂടാ. ക്രിസ്ത്യൻ മിഷണറിമാർ, ഇപ്പൊ കേരളത്തിൽ വന്ന ക്രിസ്ത്യൻ മിഷണറിമാർ ഇക്കാര്യത്തിൽ നമുക്കൊരു ഒരു ഒരു പാന്താവ് വെട്ടി തെളിച്ചു തന്നിരുന്നു. നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അവരാണ് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ദുരാചാരങ്ങൾക്കുമെതിരെ ശബ്ദിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അവരാണ്. അത്തരത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഫാസിസ്റ്റ് സർക്കാരുകൾ വലിയ ബഹളമുണ്ടാക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് മതപരിവർത്തനമല്ല, മറിച്ച് മനപരിവർത്തനമാണ് നടക്കുന്നത്. അവിടെയുള്ള മനുഷ്യരുടെ മനസ്സിനെ മാറ്റുന്നു, സ്വാതന്ത്ര്യത്തോടു കൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു, അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. ആരും തൊട്ടിട്ടില്ലാത്ത മനുഷ്യരെ ഇവര് പോയി കെട്ടിപ്പിടിക്കുന്നു. ഇത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ക്രിസ്തു ചെയ്തത് അതാണ്. കുഷ്ഠരോഗിയെ ഒരു മനുഷ്യനും തൊടാൻ പാടില്ലാതെ തീണ്ടാപ്പാട് അകലെ നിർത്തിയിരുന്ന സമയത്ത് ക്രിസ്തുവാണ് ഈ കുഷ്ഠരോഗിയെ പോയി കെട്ടിപ്പിടിച്ചത്. രക്തസ്രാവക്കാരിയെ പോയി കെട്ടിപ്പിടിച്ചത് അങ്ങനെയാണ്. ഒരു ബത്സൈദ കുളക്കരയിൽ അനേകം രോഗികൾ ഉണ്ടായിരിക്കെ ഒരു വിജാതീയനായ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത് അയാളെ സുഖപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ക്രിസ്തു തനിക്ക് തരാവുന്ന സകല മെസ്സേജുകളും തന്നിട്ടുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാനവലോകത്തില് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഫാദർ സ്റ്റാൻ സ്വാമിയിലൂടെ നമ്മൾ കാണിക്കുകയാണ്. അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് മനുഷ്യരെ മതത്തിൽ കൊണ്ടുവന്ന് ചേർക്കലല്ല. അബദ്ധവശാൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സീറോ മലബാർ സഭയിലെ ആളുകൾ ഈ ഫാസിസ്റ്റ് മുഖം എന്താണെന്ന് കാണാതെ, അതിന്റെ തീവ്രത എന്താണെന്ന് തിരിച്ചറിയാതെ ഫാസിസ്റ്റ് നേതാക്കളുമായി കൈകോർത്ത് പിടിക്കുന്നതും അവരുമായി ചേർന്ന് നിന്ന് അവർക്ക് അനുകൂലമായ പ്രസ്താവനകൾ ഇറക്കുന്നതും കാണുന്നതിൽ വല്ലാത്ത ദുഃഖമുണ്ട്. കാരണം നമ്മൾ ഇന്ന് മനുഷ്യനെ മറന്നിരിക്കുന്നു. ക്രിസ്ത്യാനി ഇന്ന് മനുഷ്യനെ മറന്നിരിക്കുന്നു. ക്രിസ്ത്യാനി എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്താണ് ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലെയുള്ള ആളുകൾ നമ്മളുടെ മുമ്പിൽ ജ്വലിച്ചുയർന്നു നിൽക്കുന്ന ഒരു നക്ഷത്രമായി മാറുന്നത്. ഫാദർ സ്റ്റാൻ സ്വാമിയൊക്കെ നമുക്ക് തരുന്ന വലിയ എന്താണ് ആ മനുഷ്യൻ കാണിച്ചതെന്ന് ഓർക്കണം. ഈ പ്രായത്തിൽ, ഈ അവശതയിൽ, പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടായിരിക്കെ ഈ മനുഷ്യൻ ഈ ഒരു ഭരണകൂടത്തിന്റെ, ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പേടി സ്വപ്നമായി മാറി. അവരെ ഭയപ്പെടുത്താൻ ഈ മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ്. ആ മനുഷ്യൻ അത് സാധിച്ചത് അങ്ങനെയാണ്. നമ്മൾ മാനവ കുലത്തിന്റെ രക്ഷകരായി നമ്മൾ മാറുന്നത് അങ്ങനെയാണ്. അങ്ങനെ സാധിക്കാൻ പാകത്തിന് നമ്മൾ ഓരോരുത്തരെയും പരുവപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ഇത്തരം ചർച്ചകൾ അനവധി ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുക. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ക്രിസ്ത്യാനി എന്ന കമ്പാർട്ട്മെന്റ് തിരിച്ചു മാറ്റുകയാണ്. ഇപ്പൊ ഫെലിക്സ് ലത്തീനാണ്, ഫെലിക്സ് ചേട്ടനെ വേറൊരു കമ്പാർട്ട്മെന്റിൽ ഞാൻ കൊണ്ടേ ഇരുത്തുകയാണ്. ഞാൻ സീറോ മലബാറാണ്, വേറൊരു കമ്പാർട്ട്മെന്റിൽ കൊണ്ടേ ഇരുത്തുകയാണ്. മറ്റൊരാൾ ഹൈന്ദവനാണ്, അവനെ കൊണ്ട് ഒരു കമ്പാർട്ട്മെന്റിൽ കൊണ്ട് മാറ്റിയിരുത്തുകയാണ്. മറ്റൊരുത്തൻ ഈഴവനാണ്, അവനെ കൊണ്ട് ഒരു കമ്പാർട്ട്മെന്റിൽ കൊണ്ട് മാറ്റിയിരുത്തുകയാണ്. അങ്ങനെ തീണ്ടാപ്പാടകലേക്ക് മാറ്റി നിർത്തുന്ന കമ്പാർട്ട്മെന്റലിസത്തിൽ നിന്ന് എല്ലാ സമയത്തും മോചിതനാകാൻ കഴിവുള്ള ഏക സമുദായം എന്ന് പറയുന്നത് നമ്മളാണ്. ഏക വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടേതാണ്. പക്ഷെ ആ വിശ്വാസത്തിന്റെ അന്തസത്തകളെല്ലാം കളഞ്ഞു കുളിച്ച് ഇതൊന്നും സംഭവിക്കാത്ത തരത്തിൽ വെറുമൊരു സാധാരണ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ഇന്ന് സകല മനുഷ്യരും മാറിയിരിക്കുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിന് മുഴുവൻ മാതൃക കാട്ടേണ്ടവരാണെന്ന് സ്റ്റാൻ സ്വാമി എന്ന വൃദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജയിലിൽ കിടന്നിട്ടും അദ്ദേഹത്തിന് പതറിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിവിടെ സുഖമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു. അത്ഭുതകരമായി തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കണം. എത്രമാത്രം വ്യക്തതയോടെയാണ് അദ്ദേഹം നമ്മളുടെ മുന്നിലേക്ക് ഈ ചോദ്യചിഹ്നം ഉയർത്തുന്നത്. നമ്മളെയൊക്കെ നാണിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഇവിടെയുള്ള സകല ബിഷപ്പുമാരും ഒരു വശത്ത് ഇന്ന് നിലവിലുള്ള സകല ബിഷപ്പുമാരെയും
ഏതാണ്ട് മിക്കവാറും എല്ലാ വൈദികരെയും കന്യാസ്ത്രീമാരെയും എല്ലാം ഒരുമിച്ച് നിർത്തിയിട്ട്, ഒരു തട്ടിൽ ഒരുമിച്ച് നിർത്തിയിട്ട് അപ്പുറത്ത് വശത്ത് ഫാദർ സ്റ്റാൻ സ്വാമിയെ മാത്രം നിർത്തിയാൽ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ തട്ട് താന്നിരിക്കും. അതാണ് അദ്ദേഹം പുലർത്തുന്ന മൂല്യം. അതുകൊണ്ട് ആ മൂല്യത്തിലേക്ക് നടന്നെടുക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യം എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിന് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ ഇത്തരമൊരു വെബിനാർ ഒരുക്കിയതിന് ഒത്തിരി നന്ദി പറയുന്നു. അതിനോട് ചേർന്ന് നിൽക്കാൻ എന്നെ ക്ഷണിച്ചതിനും ഒത്തിരി നന്ദി പറയുന്നു. ഇതിനു മുമ്പ് കേട്ട എല്ലാ പ്രഭാഷണങ്ങളും വളരെ നന്നായിരുന്നു. സമയബന്ധിതമായി മറ്റു പ്രഭാഷണങ്ങളും തീർത്താൽ ഒത്തിരി നന്നായിരിക്കും. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷൈജു. അടുത്തതായിട്ട് അംബിക തയ്യാറാണെന്ന് ഞാൻ കരുതുന്നു. അംബികയെ ക്ഷണിക്കുന്നു. അതെ, ഞാൻ തയ്യാറാണ്. അപ്പോ പെട്ടെന്ന് പോയിട്ട് ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റേണ്ടി വന്നത് ക്ഷമിക്കണം. വലിയ സന്തോഷമുണ്ട് ഈ വലിയ മനുഷ്യന് വേണ്ടിയിട്ട്, 83 വയസ്സുള്ള ഒരു വലിയ മനുഷ്യന് വേണ്ടിയിട്ട്, അങ്ങേയറ്റം മനുഷ്യസ്നേഹ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ കൗൺസിൽ ഇത്തരം ഒരു പരിപാടി സംഘടിച്ചത് വലിയ സന്തോഷമുണ്ട്. അതിന്റെ ആ സന്തോഷം ഞാൻ ഇതിന്റെ സംഘാടകനായിട്ടുള്ള ഫെലിക്സ് സാറിനെ അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും അറിയിക്കുന്നു. പോസ്റ്റൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അറിഞ്ഞു. അതൊക്കെ വലിയ സന്തോഷമാണ്. ഞാൻ അതിനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളത്തുള്ള മാസകാവ് വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാർട്ടിൻ ചേട്ടൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ അവിടെ വലിയ രീതിയിൽ പിന്നെ പ്രചാരണം നടത്തുന്നു ഇദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് എന്നറിഞ്ഞതില് നമ്മൾ ഭയാനകമായ ഒരു നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമ സംവിധാനവും ഒക്കെ ഒന്നുമല്ല നിലയിലേക്ക്, അതിന് വിലയില്ലാത്ത ഭരണഘടന ഒരു വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമായിട്ട്, വിലയില്ലാത്ത കടലാസ് കഷ്ണമായി മാറുന്ന ഒരു കാല് നമ്മൾ ജീവിക്കേണ്ടി വരും. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പ്രയാസം ഉണ്ടോ? കേൾക്കുന്നുണ്ടോ ഞാൻ സംസാരിക്കും? ഓക്കെ ഓക്കെ. അത്രയൊരു ഭയാനകമായിട്ടൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം, ഒരു പക്ഷേ ഞാൻ എല്ലായിടത്തും സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ കൂട്ടി സൂചിപ്പിക്കുകയാണ്. ഒരു പക്ഷേ രണ്ട് രീതിയിൽ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരു ഇരട്ട ജീവമോ അല്ലെങ്കിൽ ലഭിക്കേണ്ടിയിരുന്ന ഗുജറാത്ത് ലാഭത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തി നാട് ഭരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അമിത്ഷായും നിന്നിട്ടുള്ള കൂട്ടക്കുരുതിക്ക് കൂട്ടുനിന്നിട്ടുള്ള, അതാണ് ഇന്ത്യൻ ഭരണഘടനയും വ്യവസ്ഥയും വേണ്ട രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരു പക്ഷേ ഒരിക്കലും അവര് പുറം ലോകം കാണുമായിരുന്നില്ല. അങ്ങനത്തെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമല്ല, ഗുജറാത്തിന്റെ ഒരു വലിയ രൂപത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി. ഇവിടെ ഗുജറാത്തിലാണ് പിന്നെ വംശഹത്യ, അതുപോലെ ഇന്ത്യ ഈ വംശഹത്യ തുടർന്നു. അതുപോലെ എല്ലാവിധ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുന്നു. അംബിക ഒരു സെക്കൻഡ്, കണ്ടിന്യൂ. അംബിക പ്ലീസ്, ഇടയ്ക്ക് മുറിയുന്നുണ്ട്. അംബിക, വളരെ ഭയാനകമായ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വളരെ ഇങ്ങനെ ഓക്കെ, താങ്ക് യു. ഇദ്ദേഹം അറസ്റ്റ് 2018 പൂനെ പോലീസ് വീട് റെയ്ഡ് ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ വഴി ഒരുക്കപ്പെട്ടു, അല്ലെങ്കിൽ തടവ. പ്രേം ബാബു പ്ലീസ്. യെസ്, എന്നെ കേൾക്കാമോ? കേൾക്കാം. നമ്മളൊരു വലിയ വിപുലമായ, ഏറ്റവും സങ്കീർണമായ, അതേസമയം ചരിത്രപരമായ ഒരു വിഷയത്തെ കുറിച്ചാണ് നാം അഭിസംബോധന ചെയ്യുന്നത്. എന്റെ അഭിപ്രായത്തിൽ സ്റ്റാൻ സ്വാമിയെ ഒരു ഭൗതിക കർത്തൃത്വത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്താനുണ്ടായ ദാർശനികമായ അടിപ്പടവ് എന്ന് പറയുന്നത്, അദ്ദേഹം ക്രിസ്ത്യൻ ഫിലോസഫിയെയും മാർക്സിയൻ ദാർശനിക സങ്കല്പങ്ങളെയും ചേർത്തു വെച്ച് പഠിക്കാൻ കഴിഞ്ഞു. ആ പഠനത്തിൽ അദ്ദേഹം വലിയ ഗവേഷണം ചെയ്തു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഈ ഭൗതിക സമരത്തിന്റെ, ഭൗതിക പോരാട്ടത്തിന്റെ കർത്തൃത്വത്തിലേക്ക് തന്നെ അദ്ദേഹത്തെ ഉയർത്താനുണ്ടായ സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2016 ഓഗസ്റ്റിൽ ഗുജറാത്തിലെ ഉനയിൽ നിന്ന് ആരംഭിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിച്ച പ്രക്ഷോഭങ്ങൾ
ഒടുവിലാണ് ഭീമാ കൊറേഗാവ് ദളിത് നേതാക്കളുടെയും ആക്ടിവിസ്റ്റുകളുടെയും മുൻകൈയിൽ ഭീമാ കൊറേഗാവ് യുദ്ധ അനുസ്മരണം സംഘടിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായി രാജ്യത്ത് രൂപം കൊണ്ട ദളിത് ന്യൂനപക്ഷ ഉണർവുകളെ അടിച്ചമർത്താനുള്ള നീക്കമാണ് ഭീമാ കൊറേഗാവ് അനുസ്മരണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ നടത്തിവരുന്നത്. കവി വരവര റാവു, നേരത്തെ പറഞ്ഞ അദ്ദേഹം ഫാദർ പറഞ്ഞ സുധാ ഭരദ്വാജ്, മനുഷ്യാവകാശ പ്രവർത്തകൻ വെർണർ ഗോൺസാൽവസ്, അരുൺ ഫരേറിയ, റോണ വിൽസൺ, സുധീർ ധവാലെ, സുരേന്ദ്ര ഗഡ്ലിംഗ്, ഷോമാസൻ, നാഗ്പൂർ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് അധ്യാപകനാണ് ഷോമാസൻ, തുടങ്ങിയവർ ഇന്നും തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്നു. അതിൽ അവസാനം ഒരു പാവം സന്യാസിയെ, ഒരു മനുഷ്യസ്നേഹിയെ, സ്റ്റാൻ സ്വാമിയെ, ആ വൃദ്ധനെ കൂടി ഈ കൂട്ടത്തിൽ തുറങ്കിലടച്ചിരിക്കുന്നു. ഇന്ത്യയിലെ പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് സംഘടനാപരമായും ദിശാപരമായും നേതൃത്വം നൽകാൻ സാധിക്കുന്ന ബുദ്ധിജീവികളെയും എഴുത്തുകാരെയും ആക്ടിവിസ്റ്റുകളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും തടവറകളിലാക്കി മുന്നേറ്റങ്ങളെ ശിഥിലമാക്കുക എന്നതാണ് ഫാഷിസ്റ്റ് നിഗൂഢതന്ത്രം. അതേസമയം BJP MLA ഇവരെല്ലാം കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ BJP MLA കപിൽ മിശ്രയുടെ കലാപാഹ്വാനം, ഡൽഹി കലാപത്തിന് പിന്തുണയെ കുറിച്ച് വലിയ പിന്തുണയാണ് BJP MLA കപിൽ മിശ്ര പരസ്യമായ പ്രഖ്യാപിച്ചത്, കലാപങ്ങൾ ആരംഭിക്കാൻ പ്രഖ്യാപിച്ചത്. ഡൽഹി കലാപത്തിന് കൃത്യമായ കലാപാഹ്വാനത്തിനും അതിന്റെ ഊർജത്തിനും അതിന് കലാപകാരികൾക്ക് ഊർജം പകർന്നു എന്ന് കലാപകാരികൾ തന്നെ വെളിപ്പെടുത്തിയിട്ടും ഒരു നടപടിയും അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായിട്ടില്ല എന്ന സാധ്യത ആ സന്ദർഭം കൂടി നമ്മൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കലാപം ആഹ്വാനം ചെയ്തു എന്ന ഞാൻ പറഞ്ഞ ആളുകളെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് നാം ഓർക്കണം. ജർമ്മൻ രാഷ്ട്രീയ ചിന്തകയായ ഹന ആരൻഡ് പെനാലിറ്റി ഓഫ് ഈവിൾ, തിന്മയുടെ നിസ്സംഗത എന്ന ഒരു പഠനത്തിൽ ദുഷ്ട മനോഭാവം ഇല്ലാത്തവർ പോലും, സ്വഭാവത്തിൽ പോലും ദുഷ്ടതയില്ലാത്ത മനുഷ്യർ എങ്ങനെയാണ് ഫാസിസ്റ്റ് ഫിലോസഫിയിൽ, ഫാസിസ്റ്റ് സങ്കല്പത്തിൽ ദുഷ്ടന്മാരായി തീരുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് നേതൃത്വം വഹിച്ചിരുന്ന പ്രമുഖനായ ഒരു ജനറൽ, അഡോൾഫ് ഈർഷ്മാൻ എന്ന് പറയുന്ന ഒരു ജനറൽ, അദ്ദേഹത്തിന്റെ അനുഭവത്തെ ആധാരമാക്കിയാണ് ഈ പെനാലിറ്റി ഓഫ് ഈവിൾ എന്ന പുസ്തകം ഹന ആരൻഡ് ചെയ്തത്. അതായത് അയാൾ ഒരു ക്രിമിനലോ, ഒരു സാധാരണ മനുഷ്യർ ക്രിമിനൽ അല്ല, അയാൾക്ക് അത്ര പാരമ്പര്യവുമില്ല. പക്ഷെ അയാൾ പോലും തന്റെ വംശത്തിന്റെ നിലനിൽപ്പിന്, തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഹിംസയും അതുപോലെയുള്ള എഴുത്തുകാരെയും മറ്റ് ചിന്തകരെയും തുറുങ്കിലടയ്ക്കുകയോ കൊല്ലുകയോ ചെയ്യേണ്ടത് തന്റെ രാജ്യത്തിന്റെ സംരക്ഷണത്തിനും തന്റെ വംശത്തിന്റെ സംരക്ഷണത്തിനും അനിവാര്യമാണ് എന്ന ഒരു യാന്ത്രിക ബോധത്തിലേക്ക്, ഒരു യാന്ത്രിക ബലതന്ത്ര ബോധത്തിലേക്ക് അവർ സ്വയം വീണുപോകുന്നതാണ് ഫാഷിസത്തിന്റെ പൊതു സ്വഭാവം എന്ന് ഹന ആരൻഡ് പറയുന്നു. അതായത് ഫാഷിസം ഒരു ഫാസിനേറ്റിംഗ് ആണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഫാസിസ്റ്റുകൾക്ക് വെറും 2% വരുന്ന സവർണ ഫാസിസ്റ്റുകൾക്ക് വലിയൊരു വിഭാഗം പിന്തുണ നൽകുകയും അവർ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തന്നെ വിജയിച്ചു വരികയും ചെയ്യുന്നത് ഈ ഒരു മനഃശാസ്ത്രത്തെ അവരിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ ഗോൾവാർക്കറിന്റെ തന്നെ വി ഫോർ അവർ നേഷൻ, ഗോൾവാർക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം RSSന്റെ 2ാം സർ സംഘചാലകാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ വി ഓർ അവർ നേഷൻ ഡിഫൈൻഡ്, അതുപോലെ ബെഞ്ച് ഓഫ് തോട്ട്സ്, വിചാരധാര തുടങ്ങിയ പുസ്തകങ്ങളിൽ ഈ രാജ്യം ആര്യവംശത്തിന് അവകാശപ്പെട്ടതാണെന്നും ആര്യവംശത്തിനല്ലാത്ത ഇന്ത്യൻ വൈദിക ഹിന്ദുത്വത്തെ ഭയഭക്തി പുരസരം എല്ലാ ബഹുമാനത്തോടുകൂടിയും ഭയത്തോടുകൂടിയും അടിമകളായി നിൽക്കാത്ത ആരും, ആര്യവംശത്തിന് അടിമത്വം പ്രഖ്യാപിക്കാത്ത ആരും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് വിചാരധാര പറയുന്നത്. ഈ വിചാരധാരയാണ് RSSന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത്. അതായത് ഇത് എങ്ങനെയാണ് നമ്മൾ യൂറോപ്യൻ ഫാഷിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വർണ്ണ നിയമങ്ങൾ ലംഘിക്കുന്നവൻ സാക്ഷാത്കാരത്തെ തടയുന്നു എന്നാണ് മെയിൻ കാഫിൽ, അതായത് ഹിറ്റ്ലറുടെ കുപ്രസിദ്ധമായ, അങ്ങനെ പറയണം അതിനെ, കുപ്രസിദ്ധമായ മെയിൻ കാഫ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് വർണ്ണ നിയമങ്ങൾ ലംഘിക്കുന്നവൻ ആത്മസാക്ഷാത്കാരത്തെ തടയുന്നു എന്നാണ്. അതുപോലെ തന്നെയാണ് ഏകരാജ്യം എന്ന സങ്കല്പം, അതും ഇതിന്റെ ഭാഗമായാണ് വരുന്നത്. 1961 ദേശീയോത്ഗ്രഥന കൗൺസിലിലേക്ക് ഗോൾവാർക്കർ എഴുതിയ ഒരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്
എല്ലാ തരത്തിലുള്ള സെക്യുലർ നിയമങ്ങളും, സെക്യുലറിസം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന ഫെഡറൽ സ്വാതന്ത്ര്യവും എടുത്തു കളയുകയും ഫെഡറൽ സ്വാതന്ത്ര്യം, ഒരു രാജ്യം, ഒറ്റ മനുഷ്യർ, ആര്യൻ എന്ന സങ്കല്പത്തെ പിഴുതെറിയുന്നത് കൊണ്ട് ആ രീതിയിലുള്ള ഫെഡറലിസം നിർത്തലാക്കണമെന്ന് അദ്ദേഹം 1961 ഈ കൗൺസിലിന്, ദേശീയോദ്ഗ്രഥന കൗൺസിലിന് എഴുതുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ഹെഡ്ഗേവർ ആണ് ഈ ഫാഷിസത്തിന്റെ ആരംഭം കുറിച്ചത്, RSSന്റെ ആരംഭം കുറിച്ചത് എന്ന ഒരു പൊതുധാരണ നമുക്കുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഹെഡ്ഗേവർ അല്ല അത് ചെയ്തത്. ഡോക്ടർ BS മൂഞ്ചെ ആണ് ചെയ്യുന്നത്. മൂഞ്ചെ 1931 മാർച്ച് 19 3 മണിക്ക് ഇറ്റലിയിൽ മുസോളിനിയെ സന്ദർശിക്കുകയും വൈകിട്ട് 3 മണിക്ക് മുസോളിനിയെ സന്ദർശിക്കുകയും മുസോളിനിയിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിൽ ഫാഷിസം നടപ്പാക്കേണ്ടത് എന്ന് കൃത്യമായി പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഡോക്ടർ BS മൂഞ്ചെ. അദ്ദേഹത്തെ കുറിച്ച് സത്യത്തിൽ പൊതുവെ ആർക്കും അറിയില്ല എന്നതാണ് വസ്തുത. കാരണം ഈ മുസോളിനിയുടെ ഒരു സൈനിക സങ്കല്പം, അതായത് സൺസ് ഓഫ് വൂൾഫ് എന്ന് പറയുന്ന 3 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൺസ് ഓഫ് വൂൾഫ് എന്ന പേരിൽ ഒരു യൂണിഫോം ഇട്ടിട്ട് ഒരു സൈനിക സംവിധാനം ഉണ്ടാക്കുന്നു. അതുപോലെ 8 മുതൽ 14 വയസ്സുള്ള കുട്ടികളെ ബാലില എന്ന പേരിൽ സംവിധാനം ഉണ്ടാക്കുന്നു. അവാൻഡ് ഗാർഡെ എന്ന് പറഞ്ഞിട്ട് 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ മറ്റൊരു സംവിധാന യൂണിഫോം ഉണ്ടാക്കുന്നു. ഏറ്റവും ക്രൂരമായ ഈ കൊച്ചു കുട്ടികളെ യൂണിഫോം അണിയിച്ച് അവർക്ക് തോക്ക് കയ്യിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പുസ്തകങ്ങളായിരുന്നു സ്കൂളുകളിൽ വിതരണം ചെയ്തിരുന്നത്. എല്ലാ സ്കൂൾ പുസ്തകങ്ങളിലും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങളിൽ പോലും യൂണിഫോം ധരിച്ച്, സ്കൂൾ ബാഗ് ധരിച്ച് തോക്കേന്തിയ കുട്ടികളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു എന്ന്. അതിന്റെ അതേ മാതൃകയാണ് നമ്മുടെ നാട്ടിൽ ഈ മൂഞ്ചെ RSSന്റെ പേരിൽ ഫാഷിസം നടപ്പാക്കാൻ ഇവിടെ നടപ്പാക്കിയത്. RSSന്റെ ശാഖകളുടെ തരുണ ശാഖ, ബാലശാഖ എന്ന് പറയുന്നത് ഈ മുസോളിനിയുടെ സൺസ് ഓഫ് വൂൾഫ്, ബാലില, അവാൻഡ് ഗാർഡെ എന്നുള്ള തരംതിരിവുകളുടെ എക്സാക്ട് രൂപങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഐ ബിലീവ് ഇൻ റോം, എറ്റേണൽ മദർ ഓഫ് മൈ കൺട്രി എന്ന് ആളുകളെ കൊണ്ട് നിരന്തരമായി കുട്ടികളെ കൊണ്ട് സ്കൂളുകളിൽ മുസോളിനി പറയിപ്പിച്ചിരുന്നു. ഐ ബിലീവ് ഇൻ റോം, എറ്റേണൽ മദർ ഓഫ് മൈ കൺട്രി. അതായത് അതാണ് ഭാരത് മാതാ കി ജയ്, എന്റെ രാജ്യത്തെ, എന്റെ അമ്മയെ, എന്റെ രാജ്യം അമ്മയെ ആണെന്നുള്ള കപടമായ സർവാധിപത്യത്തിനു വേണ്ടിയുള്ള ഒരു സ്ലോഗൻ സൃഷ്ടിച്ച അതേ സ്ലോഗൻ തന്നെയാണ് മൂഞ്ചെ റോമിൽ നിന്ന്, മുസോളിനിയിൽ നിന്ന് ഇന്ത്യയിൽ നടപ്പാക്കിയത്. അതാണ് നമ്മൾ ഐ ബിലീവ് ഇൻ റോം, എറ്റേണൽ മദർ എന്ന് പറയുന്നതാണ് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞു. പശുക്കളെ കൊണ്ടു നടക്കുന്നവരെയും മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും തല്ലി കൊന്നുകൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കുന്നത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അത് യൂറോപ്യൻ ആര്യാധിനിവേശത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. രാഷ്ട്രീയ ജീവിത പരിസരങ്ങളിൽ, ഇനി കേരളത്തെ കുറിച്ച് നമ്മൾ എടുത്താൽ, രാഷ്ട്രീയ ജീവിത പരിസരങ്ങളിൽ കേരളം പോലുള്ള സ്ഥലത്ത് ഫാഷിസ്റ്റുകൾ ഏതെല്ലാം മേഖലയാണ് ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ നമ്മൾ വിവിധങ്ങളായ പരിസ്ഥിതി സംഘടനകളുണ്ട്, പരിസ്ഥിതി പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ പീഡന പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ ഉൾപ്പെടെയുള്ള വാളയാർ ജസ്റ്റിസ് ഫോറം പോലെയുള്ള സംഘടനകൾ. പക്ഷേ അവിടെയെല്ലാം ഇവർ വരികയും ഇവർ നമ്മുടെ കത്വയും പാലത്തായിയും അല്ലെങ്കിൽ ഉനാവും ഹർത്രാസും മുതൽ കേരളത്തിലെ പാലത്തായി വരെയുള്ള രക്തം പുരണ്ട അവരുടെ രക്തക്കറ പുരണ്ട കൈകൾ കഴുകിക്കളയുന്നത് നമ്മുടെ നാട്ടിലെ പീഡിപ്പിക്കപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരും ആ പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ കണ്ണുനീരും ഉപയോഗിച്ച് അവർ ആ രക്തക്കറ കഴുകിക്കളയുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കേരളത്തിലെ ഫാഷിസം എങ്ങനെ വളരുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇരയെയും നമ്മുടെ വേട്ടക്കാരനെയും തിരിച്ചറിയാൻ പറ്റാത്ത, നമ്മൾ നവോത്ഥാനം അവകാശപ്പെടുന്ന, വലിയ നവോത്ഥാന പുരോഗമനം അവകാശപ്പെടുന്ന കേരളത്തിൽ ഇരയെയും വേട്ടക്കാരനെയും തിരിച്ചറിയാനാത്ത വിധം മർജ് ചെയ്തു പോയിരിക്കുന്നു, ഒന്നായി പോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരും, നമ്മുടെ ഈ മനുഷ്യാവകാശ പ്രവർത്തകരും, അവകാശ പ്രവർത്തകരും, സ്ത്രീ പ്രവർത്തകരും മനസ്സിലാക്കേണ്ടത് ഇതിലേക്ക് എങ്ങനെയാണ് സംഘപരിവാർ കടന്നുകൂടുന്നതാണ്. ഈയിടെ തന്നെ നമ്മൾ കാണുന്നതാണ് പല മേഖലകളിലും
പല സ്ത്രീ പീഡന മേഖലകളിലും അവർ വരുന്നു, അവർ അത് ഏറ്റെടുക്കുന്നു. അവിടുത്തെ കണ്ണീര് കൊണ്ട് ഹർത്രാസ് മുതൽ പാലത്തായി വരെയുള്ള അതിഭീകരമായ പീഡനങ്ങളുടെ ചോരക്കറ അവർ കഴുകിക്കളയുന്നു. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നതിനാൽ ഇത് വലിയൊരു വിഷയമായതുകൊണ്ട് അതിന്റെ ആധികാരികതയ്ക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, മുഖ്യധാര പ്രതിപക്ഷം ഉൾപ്പെടെ മറ്റു സംഘടനകൾ, നമ്മുടെ വർഗബഹുജന സംഘടനകൾ, നമ്മുടെ പരിസ്ഥിതി സംഘടനകൾ പലതും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ പുറത്തേക്ക് കണ്ണു തുറക്കാതിരിക്കുന്നത് ഫാഷിസത്തിനെ അതിന്റെ അക്രമോത്സുകത വർദ്ധിപ്പിക്കാൻ സാധ്യതയേറുന്നുണ്ട്. നമ്മളുടെ ഒരു സമരങ്ങളും പാർലമെന്ററി രാഷ്ട്രീയത്തിന് പുറത്തേക്ക് കണ്ണു തുറക്കാതിരിക്കുന്നുണ്ട്. അത് കണ്ണു തുറക്കുക തന്നെ വേണം. ഫാഷിസത്തിനെതിരെ ജനകീയ അടിത്തട്ടിൽ നിന്നുകൊണ്ട് പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ ധാരകളെയും എല്ലാ രാഷ്ട്രീയ ജീവിതങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം. അത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അവരുടെ തോക്കിന്റെ ബാരൽ ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ സ്ത്രീ ഉണർവുകളെയാണ്. ആ സ്ത്രീ ഉണർവുകളെ, ദളിത് ഉണർവുകളെ, ഇവിടുത്തെ ക്രിസ്ത്യാനികളും സ്ത്രീകളും അടങ്ങുന്ന ദളിത് ഉണർവുകളെ, കമ്മ്യൂണിസ്റ്റുകളെ, അംബേദ്കറിസ്റ്റുകളെ അവർ കൃത്യമായി ലക്ഷ്യം വെക്കുന്നു. ഒന്നൊന്നായി വെടിവെച്ചിടുന്നു, ഒന്നൊന്നായി തുറുങ്കിലടക്കുന്നു. ആ രീതിയിൽ നമ്മൾ ഇതിനെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമര പോരാട്ടങ്ങൾ തീർച്ചയായും പാർലമെന്ററി രാഷ്ട്രീയത്തിന് പുറത്തേക്ക് വികസിക്കണം. അത് നമ്മുടെ കണ്ണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരു സംഘടിത മൂവ്മെന്റായി ഇതിനെ മാറണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്ത്യൻ കൗൺസിലും എല്ലാവരും, ഇതിൽ പങ്കെടുത്ത വിവിധ വർഗ ബഹുജന സംഘടനകളിലുള്ള എല്ലാവരും ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും. താങ്ക് യു ശ്രീ പ്രേം ബാബു. അടുത്തതായിട്ട് സ്റ്റാൻസാമിയോടൊപ്പം ബഹുമാന്യനായ വൈദികനോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള അജിത ജോർജാണ് നമ്മളോട് സംസാരിക്കുന്നത്. അജിത, പ്ലീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചതിന്. ഇവിടെ കേരളത്തിൽ ഞങ്ങള് സ്റ്റാനിനെ ജയിലിൽ അടച്ചതിന് ശേഷം കേരളത്തിൽ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത്തരം ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിൽ കൂടെ കൂടുതൽ ആളുകളെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഈ സംരംഭം വളരെ അഭിനന്ദനാർഹമാണ്. അതിൽ സംസാരിക്കാനായിട്ട് എന്നെ വിളിച്ചതിനും വളരെ നന്ദി. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് എനിക്ക് ഒരുപക്ഷെ ചിലപ്പം റെപ്പറ്റേറ്റീവ് ആകാം. കാരണം ഫാദർ ടോണി എനിക്ക് മുമ്പേ സംസാരിച്ചു. സ്റ്റാനുമായിട്ട് വളരെ അധികം പരിചയവും അടുപ്പവുമുള്ള, ഒന്നിച്ച് താമസിച്ചിരുന്ന ആളാണ് ടോണി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റാൻ എന്ന മനുഷ്യനെ ഞാൻ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് സ്റ്റാനുമായിട്ടുള്ള പരിചയത്തിന്റെ ബലത്തില് ഉള്ള ചില അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കാം. സ്റ്റാനിനെ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് ISIയിൽ വെച്ചാണ്. ISIയിൽ ഞാനൊരു സോഷ്യൽ അനാലിസിസിന്റെ കോഴ്സിൽ പങ്കെടുക്കാൻ പോയപ്പം അവിടെ വെച്ചാണ് സ്റ്റാനിനെ കണ്ടത്. അപ്പൊ അദ്ദേഹം അവിടുത്തെ ISIയിലെ ഡയറക്ടർ ആയിരുന്നു, ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഒരുപാട് പേര് ആ കോഴ്സിൽ പങ്കെടുക്കാൻ വന്ന മിക്കവാറും ആളുകളും അന്ന് ബീഹാറായിരുന്നു, അന്ന് ജാർഖണ്ഡ് ഇല്ല. ബീഹാറിലെ പല ഗ്രാമപ്രദേശങ്ങളിലും പ്രവർത്തിച്ചിരുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളുമായിരുന്നു കൂടുതലും ആ കോഴ്സിൽ പങ്കെടുത്തിരുന്നത്. അപ്പൊ അതെനിക്കൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. അവരോടുള്ള പങ്കുവയ്ക്കലുകളും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനും ഒക്കെയുള്ള അവസരം കിട്ടി. അതോടൊപ്പം തന്നെ സ്റ്റാനിന്റെ ലാളിത്യവും അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥത, ഓരോ കാര്യങ്ങളിലും പുള്ളി വിശ്വസിക്കുന്ന കാര്യങ്ങൾ, പുള്ളിയുടെ കൺവിക്ഷൻസിനോടുള്ള ആത്മാർത്ഥത, ഇതൊക്കെയാണ് സ്റ്റാനിനെ കുറിച്ച് മതിപ്പ് തോന്നാനായിട്ട് ഇടയായത്. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചാണ് ഞാൻ ലിബറേഷൻ തിയോളജിയെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അവിടെ സ്റ്റാനിന്റെ ഈ സോഷ്യൽ അനാലിസിസിന്റെ കോഴ്സിലും നിക്കരാഗ്വയിലും എൽ സാൽവഡോറിലും ഒക്കെ നടന്ന കാര്യങ്ങളും അവിടെ ക്രിസ്ത്യൻ സഭ എങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ടവരുടെ പക്ഷം പിടിച്ചത്, അവരുടെ കൂടെ നിന്നത്, അവിടെ സ്വന്തം ജീവൻ കൊടുത്തും അവിടുത്തെ കന്യാസ്ത്രീകളും അച്ഛന്മാരും ബിഷപ്പുമാരും എങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെ നിന്നതെന്നുള്ള ആ വലിയ സാക്ഷ്യം അന്ന് സ്റ്റാനിന്റെ അടുത്തു നിന്നാണ് ഇതൊക്കെ പഠിക്കാനായിട്ട് പറ്റിയത്.
അപ്പൊ അന്ന് തൊട്ടൊരു ഗുരു ശിഷ്യ ബന്ധം പോലെ വലിയൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സ്റ്റാൻഡ് കൂടെയാണ് ജാർഖണ്ഡിലേക്ക്, ആ സമയത്താണ് ജാർഖണ്ഡ് മൂവ്മെന്റിനെ കുറിച്ചും എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ജാർഖണ്ഡുമായിട്ട് സ്റ്റാൻഡിന് അന്ന് തൊട്ടേ വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു അവിടുത്തെ മൂവ്മെന്റിലും അവിടുത്തെ ആളുകളുമായിട്ട്. അപ്പൊ സ്റ്റാൻഡിന്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ജാർഖണ്ഡ് സന്ദർശിക്കാൻ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ തന്നെ ഞാൻ ഒരു ഗ്രാമത്തില് സ്ത്രീകളുടെ കൂടെ പ്രവർത്തനം തുടങ്ങി ഇവിടെ ഇപ്പം ജീവിക്കുകയാണ്. അപ്പൊ ഞാനും എൻ്റെ ഹസ്ബൻഡും ബിർസ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സ്റ്റാനും ഏകദേശം ഒരു 92 മുതൽ ബിർസായില് 2000 വരെ ബിർസായിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തു. അന്ന് ഈ ഞങ്ങൾ താമസിച്ചിരുന്നത് സിംഗ്ഭൂം ജില്ലയിലാണ്. അവിടെ ടോണി നേരത്തെ സംസാരിച്ചതുപോലെ മൈനിങ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി. ഒരുപാട് മിനറൽ റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ആദിവാസികളുടെ സ്ഥലത്താണ് ഇതെല്ലാം. ആദിവാസികളുടെ കൃഷി സ്ഥലങ്ങളിലും കാടുകളിലുമാണ് മിനറൽസ് എല്ലാം ഉള്ളത്. അത് ഏറ്റവും വലിയൊരു ദുർഭാഗ്യമാണ് അത് അവർക്ക്. കാരണം ഈ ധനം, ഈ റിച്ചസ് എടുക്കാൻ വേണ്ടി വെളിയിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് അവരെ അവരുടെ സ്ഥലത്തു നിന്ന് ഓടിച്ചു വിടുക. ടോണി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അവരുടെ സ്വന്തം സ്ഥലത്ത് അവരെ പിച്ചക്കാരായിട്ട് മാറ്റുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിനെതിരായിട്ട് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണിത്. അത് ഒരു 70-80 ആയപ്പോഴത്തേക്ക് ആളുകൾ അതിനെതിരെ സമരം ചെയ്യാൻ തുടങ്ങി, സംഘടിക്കാൻ തുടങ്ങി. അത് പല സ്റ്റാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ആണ് ഈ ഇത്തരം സംഘടനകൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ ഡിസ്പ്ലേസ്മെന്റ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഈ 95-96 സമയത്തൊക്കെ ഡിസ്പ്ലേസ്മെന്റിനെതിരായിട്ട് വളരെ ശക്തമായ മൂവ്മെന്റുകൾ ജാർഖണ്ഡിലെ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. ഈ കോയിൽക്കാരോ, പുള്ളി പറഞ്ഞ പോലെ കോയിൽക്കാരോ ഒരു വലിയ ജലവൈദ്യുത പദ്ധതിയായിരുന്നു. അതിന് 30 വർഷത്തോളം പോരാട്ടം നടത്തി അവിടുത്തെ ആളുകൾ ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് അത് നിർത്തേണ്ടി വന്നു. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റ് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സമരങ്ങൾ ജാർഖണ്ഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സ്റ്റാൻ ഞങ്ങളുടെ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് 2000-ല് ജാർഖണ്ഡ് സെപ്പറേറ്റ് സ്റ്റേറ്റ് ആകുന്നത് 2000-ലാണ്. അപ്പൊ ഒരു വർഷങ്ങളായിട്ട് 50 വർഷത്തിന് മുകളിൽ നടന്ന ഒരു വലിയ സമരത്തിന്റെ അവസാനമാണ് ഈ ജാർഖണ്ഡ് ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് മാറിയത്. അപ്പൊ അത് വലിയൊരു സന്തോഷമായിരുന്നു ആളുകൾക്ക്. ആദിവാസികളൊക്കെ വിചാരിച്ച് ഞങ്ങളുടെ സംസ്ഥാനം കിട്ടി, ഞങ്ങൾക്ക് വലിയൊരു വിജയം കിട്ടി. പക്ഷെ അത് കഴിഞ്ഞൊരു 2-3 മാസത്തിനകം ആളുകൾക്ക് മനസ്സിലായി ഈ ഞങ്ങൾ സമരം ചെയ്ത് കിട്ടി ഞങ്ങളുടെ സ്ഥലമല്ല, ഇത് മറ്റുള്ളവരുടെ സ്ഥലം തന്നെയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു അവകാശവും ഇല്ല. 2001 ഫെബ്രുവരിയില് കോയിൽക്കാരോ സമരത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ സമരം ചെയ്തുകൊണ്ടിരുന്ന അവർക്കെതിരെ അന്നത്തെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി BJP-യുടെ ഗവൺമെന്റ് ആണ് ആദ്യം വന്നത്. അതും ഒരു ചരിത്രത്തിന്റെ തമാശ. BJP-യുടെ ഗവൺമെന്റ് അവർക്കെതിരെ വെടി ഉതിർത്തു. 8 പേര് മറ്റോ അവിടെ മരിച്ചു. അപ്പം അങ്ങനെ ഈ എക്സ്പ്ലോയിറ്റേഷൻ, ഈ റിസോഴ്സസിന്റെ എക്സ്പ്ലോയിറ്റേഷൻ അത് തുടർന്നുകൊണ്ടേയിരുന്നു. പുതിയ ഗവൺമെന്റ് വന്നെങ്കിലും, പുതിയ ജാർഖണ്ഡ് സംസ്ഥാനം ഉണ്ടായെങ്കിലും അവിടുത്തെ ഗവൺമെന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി മൈനിങ് ആണ്. പ്രത്യേക സംസ്ഥാനം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് മൈനിങ് കമ്പനികൾ വെളിയിൽ നിന്ന് വന്നു. സർക്കാർ അവരെ എല്ലാരെയും വിളിച്ച് ഇവിടെ സ്ഥലം കൊടുത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് ആളുകൾ സമരം പിന്നെയും കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഈ മൈനിങ് കമ്പനികൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ കാരണം ഈ കമ്പനികൾക്കൊന്നും അവിടെ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റിയില്ല. 10-15 വർഷത്തോളം സമരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു. അതിനുശേഷം ഈ 2014 പുതിയ BJP സർക്കാർ വന്നപ്പോഴാണ് പിന്നെയും അവര് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കുറെ കൂടെ രൂക്ഷമായിട്ട് ഗവൺമെന്റ് പുതിയ രീതിയിൽ സമരങ്ങളെ നേരിടാൻ തുടങ്ങിയത് 2014 ശേഷം BJP സർക്കാർ വന്നതിന് ശേഷം. അത് കഴിഞ്ഞപ്പോഴാണ് ഈ
നിയമങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങളും തുടങ്ങി. അതോടെ ഭൂമി എങ്ങനെയെങ്കിലും അവർക്ക് ആദിവാസി ഭൂമി കൈക്കലാക്കണം, ഈ റിസോഴ്സസ് കിട്ടാൻ വേണ്ടി, മൈനിങ് അവരുടെ പ്ലാൻസ് തുടങ്ങാൻ വേണ്ടി. അതിനുവേണ്ടി അവർ സന്താൽ പർഗാനാസ് ആക്ട് അങ്ങനെയുള്ള ബ്രിട്ടീഷ് സമയം മുതലുള്ള നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി, ആദിവാസികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളെല്ലാം മാറ്റാനായിട്ട് അവർ ശ്രമിച്ചു. അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ആളുകളുടെ പ്രക്ഷോഭണം ഉണ്ടായി. അതുകൊണ്ട് അവസാനം അസംബ്ലി പാസ്സാക്കിയ നിയമം, അതിലുള്ള തിരുത്തൽ നിയമങ്ങളെ ഗവർണർ അവസാനം തിരിച്ചയച്ചു. അത് ആദ്യമായിട്ടായിരിക്കും ഗവർണർ ആളുകളുടെ പ്രക്ഷോഭണം മൂലം അത് തിരിച്ചയച്ചു. അതിന് ഇടയിലും ഒരുപാട് വെടിവയ്പ്പുകളും ആളുകൾ രക്തസാക്ഷികളാവുകയും ഒക്കെ ചെയ്തു. ഇത് 2016-17 കഥയാണ്. അത് കഴിഞ്ഞിട്ട് 2018 ഈ ഒരു പത്തൽഘടി മൂവ്മെന്റ് എന്ന് പറഞ്ഞ്, അതും ടോണി പറഞ്ഞതാണ്. അവിടെ ഒരു ആദിവാസി ഒരു പ്രത്യേക ഏരിയയില് ആദിവാസികൾ പറഞ്ഞു, ഇത്രയും നാൾ ഞങ്ങൾ ഇതെല്ലാം സഹിച്ചു, ഞങ്ങൾ നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും ലീഗൽ പ്രൊവിഷൻസും എല്ലാം ഉണ്ട്, പെസ ആക്ട് ഉണ്ട്, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഉണ്ട്, പക്ഷെ ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. ഞങ്ങളുടെ സ്ഥിതി, ഞങ്ങളെ ഇപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ സ്ഥലം മറ്റുള്ളവർ വന്ന് കൊണ്ടുപോകാണ്. ഇനി ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റേറ്റ് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം ഞങ്ങളുടെ കാര്യം എന്നുള്ള രീതിയിൽ അവരൊരു പ്രസ്ഥാനം തുടങ്ങി അവിടുത്തെ ആളുകൾ. അതാണ് പത്തൽഘടി. പത്തൽഘടി എന്ന് പറഞ്ഞാല് ആദിവാസികള് അവർ മരിച്ചു കഴിയുന്ന ഉടനെ സാധാരണ അവരുടെ അടയാളമായിട്ടൊരു കല്ല് നാട്ടും. അപ്പം ഇവര് അത് സിംബോളിക് ആയിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ അതിർത്തി ഇതാണ്, ഈ അതിർത്തിക്ക് ഇപ്പുറം കടക്കണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് കടക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ പോലീസും പട്ടാളവും ഒന്നും ഇങ്ങോട്ട് വരരുത് അവരൊരു അതിർത്തി കൽപ്പിച്ചൊരു കല്ല് നാട്ടി. അങ്ങനെ പല ഗ്രാമങ്ങളിലും അതൊരു മൂവ്മെന്റ് പോലെ അത് പെട്ടെന്ന് പടർന്നു. അതിനാ പത്തൽഘടി മൂവ്മെന്റ് പറയുന്നു. അപ്പൊ അതില് മറ്റ് അർബൻ ആക്ടിവിസ്റ്റ് ഒന്നും അതിൽ പങ്കെടുത്തിട്ടില്ല. അതെല്ലാം ആദിവാസി ജനങ്ങൾ തന്നെ ചെയ്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിന് ഫേസ്ബുക്കിൽ പലരും, ഇപ്പൊ സ്റ്റാൻ ഉൾപ്പെടെ പലരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒരു വലിയൊരു ഗ്രീവൻസ് ആണ്. ഇത്ര വർഷങ്ങളായിട്ട് അവരനുഭവിച്ചിരുന്ന അവഗണനയും അക്രമങ്ങളും അതിനെതിരായിട്ടുള്ള ഒരു സിംബോളിക് ആക്ട് ആയിട്ട് ആളുകൾ അതിനെ കണ്ടു. ബുദ്ധിജീവികൾ പലരും അതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ അതിനാണ് സ്റ്റാനിനെയും 20 പേർക്ക്, സ്റ്റാൻ ഉൾപ്പെടെ 20 പേരുടെ പേരില് പോലീസ് കേസ് എടുത്തത്, FIR രജിസ്റ്റർ ചെയ്തു. പക്ഷെ അതിൽ ഒരു കഥയില്ലാത്തൊരു FIR ആയിരുന്നു. അപ്പൊ അതിനെതിരെ ക്വാഷ് ചെയ്യാനുള്ള പെറ്റീഷൻ ഹൈക്കോർട്ടിൽ കൊടുത്തിട്ട് 1.5 വർഷം കൊണ്ട് ആ പെറ്റീഷൻ ഒരിക്കലോ മറ്റോ അത് ഹിയറിങ്ങിന് വന്നു. അല്ലാതെ അതിങ്ങനെ വെറുതെ വെച്ച് നീട്ടി ജഡ്ജിമാരെ മാറ്റി അങ്ങനെ അത് ഒരിക്കലും ആ കേസ് കേൾക്കരുത്, ആ കേസിന് ക്വാഷ് ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്, അതിന് മുമ്പേ ഇവരെല്ലാം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ തീരുമാനം. അപ്പൊ അതനുസരിച്ച് 1.5 വർഷം അതിനിടയിലാണ് സ്റ്റാനിനെ പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം അതിനോടൊപ്പം അതേ സമയത്ത് തന്നെയാണ് ഈ ഭീമ കൊറേഗാവ് കേസിലും സ്റ്റാനിനെ ഉൾപ്പെടുത്തിയത്. ഇതിന്റെ ഒക്കെ പുറയില് വളരെ വ്യക്തമാണ്. ഇന്ന് നേരത്തെ പറഞ്ഞ പല ആളുകളും പറഞ്ഞു, സ്റ്റാൻ ഒരു വെല്ലുവിളിയായിരുന്നു സ്റ്റേറ്റിന്. ഇത്രയും 83 വയസ്സുണ്ട്, വളരെ പാവമായിട്ടുള്ള സാധുവായിട്ടൊരു വൈദ്യനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ മറ്റ് ചെറുപ്പക്കാരെക്കാട്ടിലൊക്കെ സ്റ്റേറ്റ് നോക്കിയപ്പോ ഏറ്റവും വലിയ ഒരു ഡേഞ്ചറായിട്ട് തോന്നിയത് സ്റ്റാനെയാണ്. അതുകൊണ്ടാണ് പുള്ളിയെ വഴിയിൽ നിന്ന് മാറ്റാനായിട്ട് ഈ കേസുകളും കൊണ്ടുവന്നത്. അത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇതില് നേരത്തെ സംസാരിച്ചിരുന്ന ആളുകൾ പറഞ്ഞതുപോലെ സ്റ്റാൻ ഒരു സാധാരണ ക്രിസ്ത്യാനി ആയിരുന്നില്ല, ഒരു സാധാരണ ക്രിസ്ത്യാനി പുരോഹിതനും ആയിരുന്നില്ല. എപ്പോഴും തനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും ഭയക്കാതെ പേടിക്കാതെ നിൽക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ, സമരങ്ങളുടെ കൂടെ നിൽക്കാൻ, ആളുകളുടെ കൂടെ നിൽക്കാൻ ധൈര്യം കാണിച്ച ഒരു പുരോഹിതനാണ്. പുള്ളിയുടെ വിശ്വാസം, പുള്ളി അങ്ങനെയാണ്, ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ വിശ്വാസം. പുള്ളി പഠിപ്പിച്ചത് യേശു, നസറേത്തിലെ യേശു ആണ് എന്റെ യേശു എന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. അല്ലാതെ കൊട്ടാരങ്ങളിലും ഭരണകേന്ദ്രങ്ങളിലും ഇരിക്കുന്ന യേശു അല്ല. യേശു ഒരിക്കലും ഭരണകേന്ദ്രത്തിൽ ഇരുന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്നവരാണ് ഇന്നത്തെ സഭയിൽ ഇരിക്കുന്നവരും മിക്കവാറും അങ്ങനെയുള്ളവരാണെന്നുള്ളത് നമുക്ക് മറക്കാനൊക്കെയില്ല. അവിടെ സ്റ്റാൻ ഒരു അപവാദമായിരുന്നു, അല്ലാതെ സ്റ്റാൻ ഒരു സാധാരണ പുരോഹിതനോ സാധാരണ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല.
സ്റ്റാൻഡിന്റെ കൂടെ സ്റ്റാൻഡിന്റെ പല തൊഴിൽ പ്രവൃത്തിയിടങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചത് ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ വളരെ ഭാഗ്യം, വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിന് സ്റ്റാൻഡിനെ ഒരു വ്യക്തി എന്ന നിലയിൽ അറിയാനും വളരെ അതിനുള്ള ഭാഗ്യവും ഞങ്ങൾക്കൊക്കെ കിട്ടി. പുള്ളി യാതൊരു വ്യത്യാസവും ഇല്ലാതെ വളരെ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും സ്വയം എല്ലാവരെയും ഒരുപോലെ ബഹുമാനത്തോടെ കാണാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു പുള്ളി. വളരെ ആദിവാസികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആദിവാസി ഫിലോസഫിയാണ് പുള്ളിയെ ഏറ്റവും ഇൻസ്പയർ ചെയ്തൊരു ഫിലോസഫി. അത് പഠിക്കാനുള്ള അവസരം അതൊക്കെ പുള്ളി പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ചിലപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം ആ ഒരു ആദിവാസികളുടെ ഫിലോസഫിയാണ് മറ്റ് മെയിൻ സ്ട്രീം ഫിലോസഫിയെക്കാട്ടിൽ ഒരുപാട് ഉയർന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊരു ബോധ്യവും പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി എപ്പോഴും ആദിവാസികളുടെ കൂടെ നിന്നതും അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയതും. അവരുടെ ആ ഒരു വേൾഡ് വ്യൂ, അവരിന്ന് ആ ഒരു വേൾഡ് വ്യൂ മാത്രമേ ഇന്നത്തെ ലോകത്തെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസവും പുള്ളിക്കുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായി സംസാരിച്ചു. അടുത്തതായിട്ട് KCYM-ന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി ജോഡിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞ് എന്റെ അഭ്യർത്ഥനയാണ്, വളരെ പ്രമുഖരായ പലരും ഈ കൂട്ടത്തിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പ്രമുഖ എഴുത്തുകാരനായ PJJ ആന്റണി, അതുപോലെ വളരെ പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകൻ ഇഗ്നേഷ്യസ് ഗോൺസാലോസ്, കഥാകാരി ഷീല ലൂയിസ് തുടങ്ങി പിന്നെ കുരുവിള മാത്യൂസിനെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരൊക്കെ ആയിട്ട് നിരവധി പേരുണ്ട്. എല്ലാവരും ചെറിയ രീതിയിൽ അമേരിക്കയിൽ നിന്ന് ഒരു കുഞ്ഞമ്മ മാത്യൂസ് ഉൾപ്പെടെ പലരും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെറിയ രീതിയിൽ സംസാരിക്കണമെന്ന ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. ജോഡി, യു മേ സ്റ്റാർട്ട് നൗ. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷമുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റാൻ സ്വാമിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു വെബിനാർ നടത്തുമ്പോൾ ഇന്ത്യ ഒട്ടാകെ 1-2 ദിവസം മാത്രം സ്റ്റാൻ സ്വാമിക്ക് വേണ്ടി ശബ്ദിക്കുകയും പിന്നീട് അത് മറന്നുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, 1 മാസത്തിന് ഇപ്പുറമാകുമ്പോൾ ഈ വിഷയം എടുത്തുകൊണ്ട് ഈ ഒരു വിഷയം കാലിക പ്രസക്തി ഉള്ളതാണെന്നും സ്റ്റാൻ സ്വാമി എന്ന് പറയുന്നത് നമ്മളുടെ ഒരാളാണെന്നും നമുക്ക് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വിഷയം എടുക്കുമ്പോൾ എന്റെ ചിന്തയിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അന്ന് ഉണ്ടാക്കാൻ അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തികൾക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് മാത്രം ഇതെടുക്കാതെ എല്ലാ സ്ഥലത്തെയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു മിക്സഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടേത്. ആ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾക്ക് നൽകുന്ന മൗലിക അവകാശങ്ങൾ, അതോടൊപ്പം തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എത്ര പേർക്ക് സ്വന്തം അവകാശങ്ങൾ ഉണ്ടെന്നും ആ അവകാശങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതാണെന്നും മനസ്സിലാക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ഇന്ത്യ 70 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുന്നതെന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എനിക്ക് മുൻപേ പങ്കുവെച്ച എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എപ്പോഴും ഇരകൾ ആരും പോലും ഇല്ലാത്തവരും ഒരിക്കലും ശബ്ദിക്കാൻ പറ്റാത്തവരുമായിട്ടുള്ളവരാണ് എപ്പോഴും ഇരകളായി വരുന്നത്. ഇരകൾ എന്ന് പറയുമ്പോൾ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിമത്തം എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. ആ അടിമത്തത്തിന്റെ വേറൊരു മുഖമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൂശിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മേലാളന്മാർ മേലാളിത്തം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം, മുഖംമൂടി അണിഞ്ഞ ഫാസിസ്റ്റ് ഭരണകൂടം മുന്നോട്ട് വെക്കുമ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പ് അവർ കയറി വന്ന ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് നിയമം പോലും അവർക്ക് മാറ്റി എഴുതപ്പെടാനും മാറ്റുവാനും സാധ്യമാകുന്നു എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൂട്ടമായി നാം പ്രതിഷേധിച്ചിരുന്നപ്പോൾ അതിനൊരു മാറ്റമുണ്ടായിരുന്നു. ഇന്ന് വളരെ ചെറിയ ഗ്രൂപ്പുകളായിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളാകുമ്പോൾ അത് എങ്ങും എത്താത്തൊരു സാഹചര്യത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്.
അറിയാം. അവർക്ക് നമ്മുടെ ക്രിസ്ത്യൻ സഭയെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയെ, കത്തോലിക്ക സഭയെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 തലങ്ങളിലായിട്ട് നിൽക്കുന്നു. മറ്റ് തലങ്ങളും വേറെയുണ്ട്. ഇപ്പോ ആ തലം ഒന്നാണോ അതോ പലതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു എല്ലും കഷ്ണം ഇട്ടുകൊടുത്തുകൊണ്ട് എല്ലാവരെയും പരസ്പരം കടിപിടിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് വരാതെ അവരവിടെ തന്നെ ഒതുങ്ങി തീരണം എന്നുള്ള നയത്തോടു കൂടിയാണ് ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം പോകുന്നത്. അതുകൊണ്ട് തന്നെ പല കത്തോലിക്ക സഭ മാത്രമല്ല മറ്റ് ഇതര കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരെയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആരെയും മുന്നോട്ട് വരാതെ, ഇപ്പോ സ്റ്റാൻ സ്വാമിയെ പോലെയുള്ളവരും ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ഉപ്പ പോലുള്ള ചുമത്തിക്കൊണ്ട് അവരെ തുറങ്കിലടക്കുകയും അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പുറം എത്ര പേര് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിലോ വളരുന്നു എന്നുള്ളതും കൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാളെ എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ അത് നിങ്ങൾ പഠിച്ചതും നിങ്ങൾ അറിഞ്ഞതും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, ശരിയായിരിക്കാം ഇന്നത്തെ യുവതലമുറ അതിനു വേണ്ടി കൂടുതലായിട്ടും പോകുന്നില്ല, പല ഹാഷ്ടാഗുകളിലും മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ, ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന വൈദികൻ, അതിലുപരി അച്ഛനുപരിയായിട്ടൊരു മനുഷ്യൻ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പത്രത്താളുകളിലൂടെയും മറ്റും അറിയുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ പകർന്നു തന്ന അറിവ് എനിക്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നാം കടന്നു വരികയും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനും ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഈ ഒരു വെബിനാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു വെബിനാർ സംഘടിപ്പിച്ച ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ജൂഡി. ഒരു യുവശബ്ദം കേട്ടതിൽ ഏറെ സന്തോഷമുണ്ട്. അടുത്തതായിട്ട് ശ്രീ ഫിലിപ്പ് എൻ മാത്യൂസ് ആണ് അടുത്തതായി സംസാരിക്കുന്നത്. ഫിലിപ്പ് എൻ തോമസ്, ക്ഷമിക്കണം, അദ്ദേഹത്തിന് അല്പം പോവാൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ്. പ്ലീസ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഓർഗനൈസേഴ്സ്, ഇപ്പോൾ 43 ക്യാമറകൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കുന്ന പ്രമുഖരായിട്ടുള്ളവരെ ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ അധികം സന്തോഷമുണ്ട്. ഡോക്ടർ സ്റ്റാൻ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അവസരം കിട്ടിയത് 2019 സെപ്റ്റംബർ 2-ാം തീയതിയാണ്. അദ്ദേഹം അന്ന് കേരളം സന്ദർശിച്ചിരുന്നു. ഔപചാരികമായിട്ട് അഡ്വക്കേറ്റ് അനിലയുടെ സുഹൃത്ത് ജോയിക്കുട്ടിയും എന്നെ വിളിച്ചു, തിരുവല്ലയിൽ ഡോക്ടർ സ്റ്റാൻ സ്വാമി വരുന്നുണ്ട്, ഒരു ഗ്യാതറിങ് ക്രമീകരിക്കുന്നതിനായിട്ട് സാധിക്കുമോ എന്ന് പെട്ടെന്ന് ചോദിച്ചു. വളരെ ചെറിയ ഒരു നോട്ടീസിലാണ് ആ വിവരം കിട്ടിയത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു, എന്നാൽ ഭീമ കൊറിഗാവ് ഉള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് സ്റ്റേറ്റ് ഭരണകൂടം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വായിച്ചിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ശ്രവിക്കുന്നതിനുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്തി. വലിയ അംഗസംഖ്യയില്ലായിരുന്നെങ്കിലും ഒത്തിരി ആക്ഷൻ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചാളുകൾ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു ചെറിയ ഓഫീസിൽ കൂടുകയും അദ്ദേഹത്തെ കേൾക്കുന്നതിനും ഇടയായിട്ട് തീർന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ഇപ്പോഴ് വിശ്വവിഖ്യാതനായിട്ടുള്ള എം തോമസ് സാറിൻ്റെ പേരിലുള്ള ഒരു സ്റ്റഡി സെൻറ്റർ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഡോക്ടർ എം തോമസ് സ്റ്റഡി സെൻറ്റർ. അതിൻ്റെ ആയിട്ടുള്ള ബന്ധത്തിലാണ് അഡ്വക്കേറ്റ് അനിലിനെ ക്ഷണിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഉൾപ്പെടുന്നില്ല. സ്റ്റാൻ സ്വാമി ജാർഖണ്ഡിൽ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന കമ്പോള പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ള വലിയ ഒരു ശക്തീകരണമാണ്.
നാം എല്ലാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണല്ലോ ഈ കമ്പോളത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അത് 1986 രാജീവ് ഗാന്ധിയുടെ കാലത്ത് ആരംഭം കുറിച്ചു. നരസിംഹറാവു 1991 മുതൽ അന്നത്തെ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നല്ലോ ശക്തിയോടെ നടപ്പാക്കിയ ഈ മൂലധനത്തിൻ്റെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മോഡി ഗവൺമെൻറ് വാസ്തവത്തിൽ ചെയ്തത് ഒരു കാര്യമേ ഉള്ളൂ, ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടെ മതം കൂടെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ യഥാർത്ഥ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമായിട്ട് മാറ്റുന്നു എന്നുള്ളത്. ഇത് തിരിച്ചറിയുന്നതിനായിട്ട് നമ്മൾ താമസിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സംഗതി. വാസ്തവത്തിൽ ജാർഖണ്ഡിലെ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് എന്താണ്? സ്റ്റാൻ സ്വാമി ഫാദർ പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ കയ്യിൽ അതിൻ്റെ വിശദമായ നോട്ട്സ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം വായിക്കാനും പറയാനും അല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഒരു കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ 5th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ട്രൈബൽസിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രദേശം ജാർഖണ്ഡിൽ അതുണ്ട്. ആ പ്രദേശത്ത് ട്രൈബൽസിന് സ്വയംഭരണം നിർവഹിക്കുന്നതിന് അവകാശമുണ്ട്, ഭരണഘടന അനുസരിച്ച് അവകാശമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കുന്ന ഭരണകൂടമാണ് കാണുന്നത്. സ്റ്റാൻ സ്വാമി വാസ്തവത്തിൽ ചെയ്തത് ഭരണഘടനയുടെ ഈ ഒരു വലിയ ശാക്തീകരണം അവിടുത്തെ ട്രൈബൽസിന് ബോധ്യമാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോഴാണ് അവർക്കത് മനസ്സിലാകുന്നത്. ഗവൺമെന്റ് ഭരണകൂടം ചെയ്യുന്നത് എന്താണ്? അവരുടെ മിനറൽ ഡെപ്പോസിറ്റ് മുഴുവനും കോർപ്പറേറ്റ്സിന് തീരെഴുതി കൊടുക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിഷ്കാസനം ചെയ്യുക ആദിവാസികളെ. സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട്, ഒരു ഭൂപ്രദേശം ആരുടെയാണോ അവകാശത്തിലിരിക്കുന്നത് ആ അവകാശത്തിലിരിക്കുന്ന ആളിൻ്റെതാണ് ആ ഭൂവിഭാഗത്തിലുള്ള മിനറൽസ് സമ്പത്ത് എന്ന്. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കോർപ്പറേറ്റ്സിന് തീരെഴുതി കൊടുക്കുകയാണ് ഭൂമി. ഇന്ത്യൻ ഭരണഘടനയെ യാതൊരു തത്വദീക്ഷവും ഇല്ലാതെ അതിൻ്റെ അന്തസ്സത്തെ നിഷേധിക്കുന്ന പ്രവർത്തനത്തിൽ അതിനെതിരായിട്ട് ജനങ്ങൾ ഉണർന്നപ്പോൾ അവരെ മാവോയിസ്റ്റുകളായിട്ട് മുദ്രകുത്തു. എൻ്റെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് അതാണ്. യാതൊരു രീതിയിലും കുറ്റം ചെയ്യാത്ത ആളുകളുടെ അംഗസംഖ്യ അദ്ദേഹം കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. അവർ ജയിലിലാണ്. അവർക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെയും നക്സലൈറ്റായിട്ട് അല്ലെങ്കിൽ മാവോയിസ്റ്റായിട്ട് മുദ്രകുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു വലിയ ചുമതല എന്ന് പറയുന്നത്, ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഒത്തിരി ആളുകൾ ക്രിസ്തീയ മതവിശ്വാസികളാണെന്ന് ഞാൻ കരുതുന്നു, അല്ലാത്തവരും ഉണ്ടല്ലോ. നമുക്കിടെ മുൻപിലുള്ള ഏറ്റവും വലിയൊരു ചുമതല എന്ന് പറയുന്നത് ഈ കമ്പോളത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും ഈ കമ്പോളത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോട് ഇപ്പോൾ ചേർത്തിരിക്കുന്ന മത അധിഷ്ഠിത ചിന്താപദ്ധതിയെയും തിരിച്ചറിഞ്ഞ് ശക്തമായിട്ട് വിയോജിക്കുകയും അത് പൊതുജന സമക്ഷം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുള്ളൊരു ചുമതലയുണ്ട്. പ്രബുദ്ധമായ കേരളമാണല്ലോ നമ്മുടേത്. ഈ ഇടത് വലത് പക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രത്യയശാസ്ത്രത്തെ എങ്ങനെയാണ് അവരെല്ലാം അതിനെ സ്വീകരിച്ചിരിക്കുക. എന്ത് വ്യത്യാസമാണ് ഇടതും വലതും തമ്മിൽ കേരളത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പോൾ അവിടെയാണ് അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത്. ഈ COVID-19 കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തത ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ ചിന്താ പദ്ധതികളിലെങ്കിലും. പക്ഷേ ഈ COVID-19 കാലഘട്ടത്തിൽ ഭരണകൂടം ചെയ്യുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലം കൂടുതൽ ശക്തി പകരത്തക്കവണ്ണം മനുഷ്യൻ ഇതുവരെ നേടിയെടുത്തതായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരൻ നേടിയെടുത്തതായിട്ടുള്ള നിയമങ്ങളെ നിഷേധിക്കുക എന്നുള്ളതാണ്. അത് അഗ്രികൾച്ചറിന്റെ ഫീൽഡിലാണെങ്കിലും ഇൻഡസ്ട്രിയുടെ ഫീൽഡിലാണെങ്കിലും ലേബർ ലോസിന്റെ ഫീൽഡിലാണെങ്കിലും പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതെല്ലാം ഫാസിസത്തെ ശക്തീകരിക്കുന്നതും ഈ പ്രത്യയശാസ്ത്രത്തിന് ശക്തീകരണം കൊടുക്കുന്നതും മാത്രമാണ്. അതിനെ ചെറുക്കുന്നതിനും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ പ്രവർത്തനത്തെ ആ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തെ ഈ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വിടുവിക്കുന്നതിനായിട്ട് പുറപ്പെട്ടു വന്നിരിക്കുന്ന ഒരു മഹാനായ ജസ്യൂട്ട് ഫാദർ
എന്ന് ഞാൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അതിൽ ഒരാളെ കുറിച്ച് ഞാൻ പരാമർശിക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നില്ല. അത് കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷനായ പോപ്പ് ഫ്രാൻസിസ് ആണ്. ഒരുപക്ഷെങ്കിൽ ക്രൈസ്തവ ലോകത്തിൽ ഈ പ്രത്യയശാസ്ത്രത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ഏക മത നേതാവ് ഫ്രാൻസിസ് പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ ചാക്രിക ലേഖനത്തിന് മുമ്പ് ജോയ് ഓഫ് ഗോസ്പൽ എന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു ചാക്രിക ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം പരാമർശിക്കുന്നത് ദിസ് ഇക്കോണമി കിൽസ്, കുല ചെയ്യുന്നു എന്നുള്ള പദം തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റൊരു പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം അതുകൊണ്ട് നോ, അരുതുകൾ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജോയ് ഓഫ് ഗോസ്പൽ നെറ്റിൽ നിന്ന് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അരുതുകൾ അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ കോർപ്പറേറ്റ് ലൈഫിൽ പാലിക്കേണ്ടതായിട്ടുള്ളത്. അദ്ദേഹം റോമിൽ നിന്ന് അത് പറഞ്ഞെങ്കിലും അനുയായികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ വീണ്ടും വീണ്ടും ഈ പ്രത്യയശാസ്ത്രത്തെ പുൽകുകയാണ്. അതുകൊണ്ട് ഫാദർ സ്റ്റാൻ സ്വാമി ഉയർത്തുന്ന വെല്ലുവിളി ഈ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ളതാണെന്ന്, അതിന് അദ്ദേഹം ജാർഖണ്ഡിലെ ട്രൈബൽസിന് ഒരു പ്രേരകമായിട്ട് തീർന്നു. പതൽഗാഡി മൂവ്മെന്റിനെ കുറിച്ച് നെറ്റിൽ ധാരാളമായിട്ട് ഞാൻ വായിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അവര് 5th ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ഭൂവിഭാഗത്തിൽ താമസിക്കുന്നവർക്ക് ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വയംഭരണത്തെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവർ അന്യരാഗത്ത് കയറരുതെന്ന് പറഞ്ഞു. കോർപ്പറേറ്റ്സിന് അവരുടെ ഭൂമി വിട്ടുകൊടുക്കാൻ ഒക്കുക എന്ന് പറഞ്ഞു. കേരളത്തിൽ ഇങ്ങനൊരു ശ്രമം നടന്നതാ ജാനുവിന്റെ നേതൃത്വത്തിൽ മുത്തങ്ങയില്. പക്ഷേ അതിന്റെ അന്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. ജാനുവിന്റെ ശ്രമം അത് തന്നെയായിരുന്നു. 5th ഷെഡ്യൂൾ അനുസരിച്ചുള്ള ഒരു സ്വയംഭരണ സംവിധാനം രൂപപ്പെടാൻ ഒക്കുമെന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു. പക്ഷെ നിഷ്കരുണം ഇവിടുത്തെ വലതുപക്ഷ ഗവൺമെന്റ് അത് തള്ളിക്കളഞ്ഞു. ഇത് ഇന്ത്യയിൽ മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രത്യയശാസ്ത്രത്തെ വിചിന്തനം ചെയ്യുന്ന ഒരു വലിയ ചുമതല നമുക്കുണ്ട് എന്നുള്ളത് ഒന്ന് അടിവരയിടുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നു. ഫാദർ സ്റ്റാൻ സ്വാമി ആ രംഗത്ത് നമുക്ക് വലിയ ഒരു പ്രചോദനമായിട്ട് തീർന്നിരിക്കുന്നു എന്നുള്ളത് നാം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. 83 വയസ്സുള്ള വന്യവയോധികനായ ഈ ആദരിക്കേണ്ട വ്യക്തിയെ ജാർഖണ്ഡിൽ നിന്ന് ബോംബെയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പം ജയിലിൽ കഴിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തന രീതി, അതിന്റെ പ്രത്യയശാസ്ത്രത്തെ പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരായിട്ട് അങ്ങനെ തിരിയുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പ് ഇതറിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രിക്ക് change.org കൂടി ഒരു മെമ്മറാണ്ടം ഞങ്ങളുടേതായിട്ട് കൊടുത്തു. അധികം ഒപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിനുശേഷമാണ് വലിയ നമ്പർ ഉള്ളതായിട്ടുള്ള ഒരു മെമ്മറാണ്ടത്തിന്റെ ലിങ്ക് കിട്ടിയത്. അതിലും ഞങ്ങൾ പങ്കുചേരുന്നു. ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു ശക്തീകരണം കൊടുക്കുന്നതിനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ഐക്യദാർഢ്യവും ഞങ്ങളുടെ ചെറിയ സംഘത്തിൻ്റെ പേരിൽ, സ്റ്റഡി സെന്ററിൻ്റെ പേരിൽ ഇവിടെ പ്രസ്താവിക്കുന്നത് സന്തോഷമുണ്ട്. എനിക്ക് അവസരം തന്നതിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് അനിലയോട് പ്രത്യേകിച്ച്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സഭയ്ക്കുള്ളിലേക്ക് പ്രസരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ പ്രയാസമാണ്. ഞാനൊരു മാർത്തോമാ സഭ അംഗമാണ്. ഞങ്ങളുടെ ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ സഭയുടെ പല പ്രവർത്തനങ്ങൾക്കും മുഖ്യ അതിഥി ഒന്നുകിൽ വീഡിയോ കോൺഫറൻസിൽ കൂടെ മോഡി, അതല്ലെങ്കിൽ ശ്രീധരൻപിള്ള സാറ്. ഈയിടെ ഇന്നലെ ഏതാണ്ട് ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഫാസിസത്തിന്റെ നേതൃത്വത്തെ, ഫാസിസം എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രീണിപ്പിക്കുന്ന ഒരു നയം എല്ലാ ഡിനോമിനേഷൻസിലും നടക്കുന്നു. ദുഃഖകരമാണെന്നല്ല എന്ത് പറയാനാണ്. ഇതിനെതിരായിട്ട് ശബ്ദിക്കാനായിട്ട് മെമ്മറാണ്ടംസ് കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ, അതാണ് വിവിധ ഡിനോമിനേഷൻസിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ കേട്ടിരുന്നതിന് നന്ദി. സ്റ്റാൻ സ്വാമിയുടെ വിടുതല് എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തോമസിന് നന്ദി പറയുന്നു.